വെൽക്കം ടു ലേൺ വിത്ത് പി. ലേൺ വിത്ത് പിയുടെ വേറൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നലെ വരെ നമ്മളാണെന്നുണ്ടെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണ് ചെയ്തിരുന്നത്. 10th CBSE മാത്സിലുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആയിരുന്നു കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ അല്ലേ? അതിനകത്ത് ഫസ്റ്റ് എക്സസൈസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ CBSE അല്ല നമ്മൾ നോക്കാൻ പോകുന്നത് SCERT സിലബസിലുള്ള, അതായത് നമ്മുടെ കേരള സ്റ്റേറ്റ് സിലബസിലുള്ള 9th സ്റ്റാൻഡേർഡിലെ ഒരു ഹിന്ദി ചാപ്റ്റർ ആയിരിക്കും ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് കൂടുതൽ ഇൻട്രോ ഇല്ല, നമുക്ക് വേഗം നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ഇപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ പാഠം വായിച്ചു തരും, അതുപോലെ തന്നെ ഇതിൻ്റെ അർത്ഥവും നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങൾ തനിയെ പഠിക്കുന്നതിനെക്കാട്ടി നന്നായിട്ട് ഇതിൻ്റെ മീനിങ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരാം. അതിനുശേഷം നമുക്ക് പിന്നീടുള്ള വീഡിയോസിൽ ഇതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാം. സോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇക്കായി 3ലുള്ള ജബ് ഗാന്ധിജി കി ഖടി ചോർ ചോരി ചലി ഗയി, ഈ ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഥ വായിക്കുന്നു, നിങ്ങൾ എന്നോടൊപ്പം തന്നെ വായിക്കുക, അതോടൊപ്പം തന്നെ അതിൻ്റെ മീനിങ്ങും കൂടി പറഞ്ഞു പോകുന്നു. ഇതായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ജബ് अंग्रेजों के अंतिम वाइसरॉय लॉर्ड माउंटबेटन भारत आए तो उन्होंने सोचा कि गांधी जी से बात किए बगैर भारत में कुछ नहीं किया जा सकता. तो परंपरानुसार उन्होंने गांधी जी को चाय पर बुलाया और गांधी जी ने ये आमंत्रण स्वीकार भी कर लिया. അതായത് മൗണ്ട് ബാറ്റൻ ബ്രിട്ടീഷ് വൈസ്രോയി നമ്മുടെ ഇന്ത്യയിലേക്ക് ഭരണത്തിനായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഗാന്ധിജിയോടൊപ്പം ചർച്ച ചെയ്യാതെ ഇന്ത്യയിൽ യാതൊരു ഭരണവും നടക്കില്ല. അപ്പോൾ അദ്ദേഹം എന്തോ ചെയ്തു, ഗാന്ധിജിയെ അദ്ദേഹത്തിൻ്റെ വൈസ്രോയ് ഭവനത്തിലേക്ക് വിരുന്നിനായിട്ട് വിളിക്കുകയും ഗാന്ധിജി മൗണ്ട് ബാറ്റൻ്റെ ഈ ആമന്ത്രൺ സ്വീകരിക്കുകയും ചെയ്തു. ഓക്കെ അല്ലേ? ഗാന്ധിജി മൗണ്ട് ബാറ്റൻ്റെ ഇൻവൈറ്റേഷൻ സ്വീകരിച്ചു. ഇനി എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വൈസ്രോയ് ഭവൻ में इस चाय पार्टी के भारी तैयारियां शुरू हो गई. അപ്പോൾ വൈസ്രോയ് ഭവനത്തിൽ ഈ സ്വീകരണ പാർട്ടിയുടെ തയ്യാറെടുപ്പുകളെല്ലാം നടക്കുകയാണ്. ഗാന്ധിജി ചായ പിയേഗി യാദു, ഗാന്ധിജി ചായ ആണോ കുടിക്കുക അതോ പാലാണോ കുടിക്കുക? വേ ശാഖാഹാരി ഹേ യാ മാംസാഹാരി, ഇത് എന്താണ്, സസ്യബുക്കാണോ വെജിറ്റേറിയൻ ആണോ അതുപോലെ നോൺ വെജ് ആണോ കഴിക്കുക? ഇവരിതിനെ കുറിച്ചൊക്കെ ഉള്ള ഡിസ്കഷൻസ് നടത്തുവാണ്. ഓക്കെ, കുർസി മേസ് പർ ബൈഠ്കർ നാശ്ത കരേഗ യാ ഫർഷ് പർ ബൈഠ്കർ. ഓക്കെ, അപ്പോൾ എന്താണ്, കസേരയിൽ ഇരുന്നുകൊണ്ട് ടേബിളിൽ വെച്ചുകൊണ്ടാണോ ആഹാരം കഴിക്കുന്നത് അതോ നിലത്തിരുന്നുകൊണ്ടാണോ ആഹാരം കഴിക്കുന്നത്? ഇങ്ങനെയൊക്കെയുള്ള ഡിസ്കഷൻസ് ഒക്കെ അവിടെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. രസോയിയ കാ ബ്രാഹ്മൺ ഹോന ജരൂരി ഹേ യാ കോയി ഭി ചലേഗ, അടുക്കളയിൽ ബ്രാഹ്മൺസ് തന്നെ പാചകം ചെയ്യണോ അതോ വേറെ ആരെങ്കിലും ആയാലും മതിയോ? അപ്പോൾ എല്ലാത്തിനെ പറ്റിയിട്ടും എന്താണ് ഇവർക്ക് ഡൗട്ട്സ് വരികയാണ്. ഓക്കെ അല്ലേ? ഉസ് ദിൻ ഗാന്ധിജി കാ ഉപവാസ് തോ നഹീ രഹേഗ. അപ്പോൾ ഇത്രയൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തുവാണ്. അപ്പോഴത്തേക്ക് അന്നിനി ഗാന്ധിജിക്ക് വല്ല ഉപവാസം വല്ലതും ആയിരിക്കുമോ? ഗാന്ധിജിക്ക് പെട്ടെന്ന് തന്നെ എന്താണ് ഉപവാസവും സത്യാഗ്രഹവും ഒക്കെ എടുക്കുന്ന ഒരാളാണല്ലോ ഗാന്ധിജി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവർ പറയുകയാണ് നമ്മൾ ഇത്രയും തയ്യാറെടുപ്പുകളൊക്കെ നടത്തുവാണ്, അപ്പോഴത്തേക്ക് അന്ന് ഗാന്ധിജിക്ക് വല്ല ഉപവാസമായിരിക്കുമോ? എന്തെല്ലാം ആഹാരമാണ് ഉണ്ടാക്കുന്നത് അല്ലേ? ഉൻകെ സാത്ത് കിത്തനെ ലോഗ് ആയേഗേ ഓർ വേ ക്യാ ഖായേഗ, അദ്ദേഹത്തോടൊപ്പം എത്ര പേര് വരുമായിരിക്കും, അതുപോലെ തന്നെ അവരൊക്കെ എന്ത് ആഹാരമായിരിക്കും കഴിക്കുന്നത്? അപ്പോൾ ഇതിനെ പറ്റിയിട്ടെല്ലാം ഇവർക്ക് ഇങ്ങനെ സംശയം വരുവാണ്. ഗാന്ധിജിക്കോ നാഷ്തേമ ക്യാ ഖാനാ പസന്ത് ഹേ, ഗാന്ധിജിക്ക് നാഷ്ത ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് എന്ത് ആഹാരമായിരിക്കും കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളത്? അദ്ദേഹത്തിന് ലഘുഭക്ഷണമായിട്ട് എന്തായിരിക്കും പ്രാതലായിട്ട് കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളത്? ഉസേ പക്കാനെ കേ ലിയേ രസോയിയാൻ കഹാ സേ ബുൽവായേ ജായേഗേ. ഓക്കെ, അതൊക്കെ ഉണ്ടാക്കാനായിട്ട് രസോയിയെ മീൻസ് പാചകക്കാരെ നമ്മൾ എവിടെ നിന്ന് കൊണ്ടുവരും? ഓക്കെ, ഓർ സാമഗ്രി കഹാ സേ മംഗവായി ജായേഗി, അതുപോലെ തന്നെ ഇതൊക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നമ്മൾ എവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരും? വഗേര വഗേര എക്സെട്ര എക്സെട്ര. ഇത്രയൊക്കെ ഡൗട്ട്സ് എന്താണ് ഇവർക്ക് തോന്നുവാണ്. ഓക്കെ അല്ലേ? ശ്രീമതി മൗണ്ട് ബാറ്റൻ്റെ ഇസ്ക സാര സിമ്മ ഖുദ് ലേ ലിയ. അപ്പോൾ മൗണ്ട് ബാറ്റൻ്റെ ഭാര്യ എഡ്വീന മൗണ്ട് ബാറ്റൻ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പേരൊന്നും പഠിക്കാനില്ല. അപ്പോൾ പുള്ളിക്കാരത്തി എന്ത് ചെയ്യുകയാണ്, ഈ മുഴുവൻ കാര്യങ്ങളുടെ ചുമതല പുള്ളിക്കാരത്തി തന്നെ ഏറ്റെടുക്കുകയാണ്. ഓക്കെ അല്ലേ? ഗർമിയൊക്കെ ദിൻ്റെ, ഗർമിയെന്ന് വെച്ചാൽ ചൂട്. ഓക്കെ, വേനൽക്കാലാവധി ദിവസങ്ങളായിരുന്നു അത്. जिस कमरे में गांधी जी को बिठाना था उसे एक घंटे पहले से रूम कूलर चलाकर पूरी तरह ठंडा कर लिया गया. അപ്പോൾ ഏത് മുറിയിലാണോ ഇവർ ഗാന്ധിജി ഇരുത്താനായിട്ട് ഉദ്ദേശിച്ചത് അവിടെ ഏകദേശം 1 മണിക്കൂർ മുമ്പ് തന്നെ ഇവരെന്താ ചെയ്തു, തണുപ്പിച്ചൊക്കെ അങ്ങ് ഇട്ടു. ഓക്കെ അല്ലേ? ഉസ് സമാനെ മേ പൂരെ ഹിന്ദുസ്ഥാൻ മേ ഏക് ഹി റൂം കൂളർ താ. അന്നത്തെ ആ കാലത്ത് ആകെപ്പാട് നമ്മുടെ ഈ മൊത്തം ഇന്ത്യയിൽ ഈ ഒരേ ഒരു വീട്ടിൽ മാത്രമേ
ഒരേ ഒരു കൂളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെവിടെയായിരുന്നു? വൈസ്രോയി ഭവനത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് എന്തായിരുന്നു, ഇന്ത്യക്കാർക്കൊന്നും കൂളറൊക്കെ മേടിക്കുക എന്നുള്ളത് ഒട്ടും ആക്സസിബിൾ ആയിട്ടുള്ള കാര്യം ആയിരുന്നില്ല. मकसद तो गांधी जी को आराम देना ही था, लेकिन ബസ് യഹീസെ ഗഡ്ബഡ് ശുരു ഹോ ഗയി. അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ, ഇവരുടെ എയിം എന്ന് വെച്ചാൽ, മൗണ്ട് ബാറ്റൻ്റെ എയിം എന്ന് വെച്ചാൽ ഗാന്ധിജിക്ക് നല്ല വിശ്രമം കൊടുക്കുക, ഗാന്ധിജിയെ നല്ലപോലെ പരിചരിക്കുക എന്നൊക്കെ ഉള്ളതായിരുന്നു. പക്ഷേ ഈ കൂളറിൽ നിന്ന് തന്നെയാണ് എന്താണ് ഗഡ്ബഡ് പ്രശ്നങ്ങളും തുടങ്ങുന്നത്. ഗാന്ധിജി अपनी धोती से अच्छी तरह बदन लपेटकर उस कमरे में अपनी कुर्सी पर सिकुट सिमट कर बैठ गए और കുൺമുനാനെ ലഗി. അപ്പം ഗാന്ധിജി എന്തോ ചെയ്തു, ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ മുണ്ടിങ്ങനെ മൂടി പൊതിച്ച് എന്താണ് അവിടെ ചെറുതായിട്ടൊന്ന് ചുരുണ്ടുകൂടി എന്താണ് കുറച്ച് അസ്വസ്ഥതയൊക്കെ പ്രകടിപ്പിക്കാനായിട്ട് തുടങ്ങി. ഒരു വലിയ കാര്യത്തിലാണ് കൂളർ വെച്ചത്. ഗാന്ധിജിക്ക് വേനൽക്കാല അവധിയാണ്, അപ്പോൾ എന്താണ് ഗാന്ധിജിക്ക് നല്ല തണുപ്പൊക്കെ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൂളർ വെച്ചത്. പക്ഷെ ഗാന്ധിജി എന്താണ് അതിൻ്റെ പേരിൽ തന്നെ മൂടി പൊതിച്ചിരുന്ന് അസ്വസ്ഥത പ്രകടിപ്പിക്കാനായിട്ട് തുടങ്ങി. लॉर्ड माउंटबैटन उनसे बड़ी बड़ी राजनीति की बातें कर रहे थे और गांधी जी बड़े अनमनेपन से ഹാ ഹൂ കിയ ജ രഹത്തെ. അപ്പോൾ എന്താണ്, ലോർഡ് മൗണ്ട് ബാറ്റൻ ആണെന്നുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര ഇതായിട്ട് ഗാന്ധിജിയോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഗാന്ധിജിക്ക് എന്താണ് ഇതൊന്നും കേൾക്കാനായിട്ട് ഒരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. ഗാന്ധിജി എന്താണ് ഭയങ്കരമായിട്ട് എന്താണ് ഈ അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പം മൗണ്ട് ബാറ്റൻ ഹലോ മിസ്റ്റർ ഗാന്ധിജി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് എന്താണ് ഗാന്ധിജിക്ക് പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ലാതെ ഗാന്ധി എന്താണ് ചുരുണ്ടുകൂടി ഒരിടത്ത് തണുത്ത് വിറച്ചിരിക്കും പോലെ ഇരിക്കുകയാണ്. ആഖിർ മൗണ്ട് ബാറ്റനെ പൂച്ചക്കി ക്യാ ബാത് ഹൈ. അപ്പം മൗണ്ട് ബാറ്റൻ വലിയ കാര്യത്തിൽ ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗാന്ധിജി ഒന്നും മിണ്ടാതിരുന്നപ്പോഴത്തേക്ക് മൗണ്ട് ബാറ്റൻ ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചു. ഓക്കെ, ഗാന്ധിജി ബോലെ ഈ സ്കൂളർ കോ പ്ലീസ് ബന്ദ് കർ ദീജിയെ മുझे സർദി ലഗ് രഹി ഹൈ. ഇതാണ് ഗാന്ധിജി എന്ത് പറഞ്ഞു, എനിക്ക് ഈ കൂളർ ഒന്ന് ദയവായിട്ടൊന്ന് ഓഫ് ആക്ക്, എനിക്ക് ഭയങ്കരമായിട്ട് തണുപ്പെടുക്കുന്നു. വലിയ ചൂടുള്ള സമയത്താണ് ഗാന്ധിജി ഇത് പറയുന്നത്. അപ്പോൾ ഇനി ബാക്കി കഥയിലേക്ക് പോവാം. ഓക്കെ, ഇസ് തരഹ് അപ്നി ഷാൻ ദിഖാനെ കാ പഹ്ലാ മൗക വൈസ്രോയ് സെ छिन गया. ഓക്കെ, അപ്പോൾ എന്താണ് വൈസ്രോയുടെ ഗമയൊക്കെ കാണിക്കാനായിട്ടുള്ള ഒരു അവസരമായിരുന്നു ഇതെന്നുള്ളത്. അതെന്താണ്, അത് ഗാന്ധിജിയുടെ മുന്നിൽ തോറ്റുപോയി. ഖൈർ ബാത്തേ ഹോത്തി രഹി ലേക്കിൻ ഗാന്ധിജിനെ കോയി കാസ് രുചി നൈലി. അപ്പോൾ എന്താണ് ഈ ചർച്ച ഇങ്ങനെ നീണ്ടോണ്ടേയിരുന്നു. പക്ഷെ ഗാന്ധിജി എന്ത് ചെയ്തില്ല, ഒന്നിന് ഒരു ഇൻട്രസ്റ്റ് ഗാന്ധിജി കാണിച്ചതേ ഇല്ല. ഇസ് തരഹ് लॉर्ड माउंटबैटन ने पूछा कि क्या बात है. गांधी बोले मैं आ रहा था तो रास्ते में रेलगाड़ी में किसी ने मेरी खड़ी चुरा ली. അപ്പോൾ എന്താണ് മൗണ്ട് ബാറ്റൻ വീണ്ടും കാര്യം ചോദിച്ചു. അപ്പം ഗാന്ധിജി പറഞ്ഞു ഞാൻ വരുന്ന സമയത്ത് ട്രെയിനിലാണ് വന്നത്, അപ്പോൾ വരുന്ന സമയത്ത് ആരോ വഴിയിൽ വെച്ചിട്ട് എൻ്റെ വാച്ച് മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞു. ബഹുത്ത് പുരാനി ഘടി തി, അതായത് പഴയ വാച്ചാണ്. ഓർ മുझे बहुत प्यारी थी, പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. मैं उसे यहाँ इस तरह अपनी धोती में कमर से ധാകെ रहता था और जब चाहे निकाल कर टाइम देख लेते था. അപ്പോൾ എന്താണ് ഞാൻ എന്താണ് അതെൻ്റെ അരയിൽ ഇങ്ങനെ ഒരു ചരട് കൊണ്ട് കെട്ടി വയ്ക്കുമായിരുന്നു. എപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് അതെന്തോണു സമയം നോക്കാനായിട്ട് ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ ഇതാണ് പറഞ്ഞത്. ഓക്കെ, ഇതെന്താണ് വളരെ പഴയ ഒരു വാച്ച് കൂടിയാണെന്നും കൂടി ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. मैं रोज सोने से पहले नियम से उसमें चाबी भरता था, പതാ नहीं ഫോൺ ഉഠാ ലേ ഗയാ ഓർ ക്യൂ. എന്താ പറഞ്ഞത്, ഞാൻ എന്നും ഒരു നിയമം പോലെ തന്നെ എൻ്റെ ഒരു ഹാബിറ്റായിരുന്നു. അതിനെന്താണ് ഇങ്ങനെ ഉറങ്ങുന്നതിന് മുന്നേ അതിനിങ്ങനെ കീ കൊടുത്ത് വയ്ക്കും. ഇത് ആരാണോ കൊടുത്ത് എന്തൊരു കഷ്ടമാണെന്നുള്ള രീതിയിൽ ഗാന്ധിജി ഇങ്ങനെ പറയുകയാണ്. ഓക്കെ, ഓർ ഗാന്ധിജി അഫ്സോസ് മേ ഡൂബ് ഗയേ. ഗാന്ധിജിക്ക് എന്താണ് ഇതൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. ഓക്കെ, वाइसरॉय ने भी अफसोस जाहिर किया, लेकिन उन्होंने समझ में नहीं आया कि एक छोटी सी पुरानी घड़ी के लिए ये आदमी वाइसरॉय की दावत जैसे जिंदगी के सबसे शानदार मौके का मजा കിർക്കിറ ക്യോ കർ രഹാ ഹേ. അപ്പോൾ വൈസ്രോയ് എന്താണ് ഇതിനകത്ത് ഖേദം പ്രകടിപ്പിച്ചു. പക്ഷെ വൈസ്രോയ്ക്ക് തോന്നി, അതായത് ഏതോ ഒരു പഴയ ഒരു വാച്ചിന് വേണ്ടിയിട്ട് ഈ വൈസ്രോയുടെ സൽക്കാരം, വൈസ്രോയുടെ വിരുന്ന് പോലെയുള്ള അന്ന് എല്ലാവർക്കും ദുർലഭമായിട്ടുള്ള ഇത്രയും വലിയൊരു വിരുന്നിനെ എന്തിനാണ് ഗാന്ധിജി ഇങ്ങനെ സ്പോയിൽ ചെയ്യുന്നതെന്ന് വൈസ്രോയ് വിചാരിച്ചു. ക്യാ ഇസി ഏക്ക് നയി ഘടി ദിലാ ദൂ. ഓക്കെ, അപ്പോൾ ഗാന്ധിജിക്ക് എന്താ ഒരു പുതിയൊരു വാച്ച് മേടിച്ചു കൊടുത്താൽ എന്താന്നൊക്കെ വൈസ്രോയ് വിചാരിച്ചു. ലേക്കിൻ ഏ മാനേഗ തോടി, പക്ഷെ അദ്ദേഹം അത് വാങ്ങുമോ, അദ്ദേഹം അത് കുറച്ചിലായിട്ട് കാണുമോ. ഏ തോ യഹി കഹേഗ കി മുझे अपने വഹി പുരാനി ഘടി ചാഹിയെ. അതായത് ഗാന്ധിജി ഇത് തന്നെ പറയും, എനിക്ക് എൻ്റെ ആ ഒരു പഴയ ഒരു വാച്ച് മതി എന്ന് തന്നെ ഗാന്ധിജി പറയുമോ. അങ്ങനെയൊക്കെ ഡൗട്ട് തോന്നുകയാണ് ആർക്കാണ്, നമ്മുടെ മൗണ്ട് ബാറ്റന്.
खैर जब नाश्ते की बारी आई तो गांधी जी फोलेपन से बोले आप लोग लीजिए मैं तो अपना नाश्ता साथ लाया हूँ. ഇങ്ങനെയുള്ള ഭക്ഷണത്തിനൊക്കെയുള്ള സമയമായപ്പോഴത്തേക്ക് ഗാന്ധിജി പറഞ്ഞു നിങ്ങളൊന്ന് കഴിച്ചോളൂ, ഞാൻ എനിക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അപ്പം എന്താ ഓർക്കുക, വൈസ്രോയുടെ വലിയൊരു വിരുന്നാണ്, എന്തെല്ലാം ഭക്ഷണ വിഭവങ്ങളാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോഴാണ് ഗാന്ധിജി പറയുന്നത് നിങ്ങൾ കഴിച്ചോളൂ, ഞാൻ എനിക്കുള്ളത് സ്വന്തമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. सोचिए कितने लोगों में इतने हिम्मत होगी कि राजा नाश्ते पर बुलाए और वे कह दे आप लीजिए मैं तो अपना नाश्ता साथ लाया हूँ. അപ്പം ഒന്ന് ഓർത്ത് നോക്കിക്കേ, ആർക്കൊക്കെ ഇത്രമാത്രം ധൈര്യം കാണും. എന്ത് ധൈര്യം? രാജാവ് സൽക്കാരത്തിനായിട്ട് വിളിച്ചപ്പോഴത്തേക്ക് രാജാവ് എല്ലാം ഉണ്ടാക്കി വെച്ചേക്കാണ്. അപ്പോഴത്തേക്ക് ഒരാൾ പറയാണ് നിങ്ങൾ കഴിച്ചോളൂ, ഞാൻ എൻ്റെ ഫുഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പറയാനുള്ള ധൈര്യം അത് എത്ര പേർക്കുണ്ട്? നമ്മളൊക്കെ ആണെങ്കിൽ പറയുമോ? ഒരിക്കലും പറയത്തില്ല അല്ലേ. നല്ല ഫുഡ് നമ്മുടെ മുന്നിലിരിക്കുന്ന സമയത്ത് നമ്മൾ അത് വലിയൊരാളാണ് നമ്മൾ വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വിരുന്ന് കഴിക്കാനായിട്ട് നോക്കും. പക്ഷേ ഗാന്ധിജി എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണെന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? सोचे कितने लोगों में इतनी हिम्मत होगी कि राजा नाश्ते पर बुलाए और वे कह दे आप लीजिए मैं तो अपना नाश्ता साथ लाया हूँ. നമുക്ക് ആർക്കും ഇതിനുള്ള ധൈര്യം ഉണ്ടാവില്ല. ഓക്കെ, काफी गांधी जी के साथ गई उनकी सहयोगी ने खादी के एक पुराने से थैले में से एक छोटा सा डिब्बा और एक चम्मच निकालकर गांधी जी के सामने रख दिया. ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാള് ഖാദിയുടെ ഒരു ചെറിയൊരു സഞ്ചി, ഒരു പഴയ ഒരു സഞ്ചിയിൽ നിന്ന് ഒരു ഡബ്ബയും അതുപോലെ അതിൽ നിന്നൊരു സ്പൂണും കൂടെ എടുത്ത് കൊടുക്കുകയാണ്. ഓക്കെ അല്ലേ? ഗാന്ധിജിക്ക് സാമനെ രഖ് ദിയ. ഗാന്ധിജിയുടെ മുന്നിൽ എന്തോ ചെയ്തു, എന്നിട്ട് അത് എടുത്ത് വെച്ചു. डिब्बे में बकरी के दूध से बना दही था और चम्मच हालांकि टूटा हुआ था. എന്താണ് ഈ ഡിബ്ബയിൽ വേറൊന്നും ആയിരുന്നില്ല, ആടിന്റെ പാലുകൊണ്ടുണ്ടാക്കിയ ഒരു തൈരായിരുന്നു. ഒരു തൈരല്ല, ആടിന്റെ പാലുകൊണ്ടുണ്ടാക്കിയ തൈരായിരുന്നു. അതുപോലെ അതിനകത്ത് പിന്നെ ഒരു സ്പൂൺ ഉണ്ടായിരുന്നു. ഈ സ്പൂണിന്റെ കൈപ്പിടി പൊട്ടിയതായിരുന്നു. लेकिन उसके टूटे हत्थे पर लकड़ी की कपची ധാഗെ സെ ബാന്ദ് ദി ഗയി ഥി. എന്താണ്, പക്ഷേ അതിന്റെ പൊട്ടിയ അറ്റത്ത് ഒരു കമ്പ് ഇങ്ങനെ കെട്ടി തൂക്കി ഇട്ടിരുന്നു. അതിന്റെ കൈപ്പിടി പൊട്ടിയിരുന്നല്ലോ, ഒരു കമ്പ് വെച്ച് അതിങ്ങനെ കെട്ടി തൂക്കി ഇട്ടിരുന്നു. അപ്പൊ അത്ര ഒരു പൊട്ടിയ സ്പൂണാണ് വൈസ്രോയുടെ മുന്നിൽ വെച്ച് ഗാന്ധിജി തൈര് കോരി കുടിക്കാനായിട്ടോ അല്ലെങ്കിൽ തൈര് വിളമ്പാനായിട്ടോ എടുക്കുന്നതെന്ന് ആലോചിക്കും. അപ്പൊ ഇവർ ഇത്രമാത്രം ഫുഡ് ഇങ്ങനെ ഒരു മേശയ്ക്ക് ചുറ്റി ഉണ്ടാക്കി വെച്ചേക്കുവാണ്. അതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് ഗാന്ധിജി കഴിക്കുന്നത് എന്താണ്? ഗാന്ധിജി സ്വന്തമായിട്ട് കൊണ്ടുവന്ന ആ ആടിന്റെ പാലുകൊണ്ടുണ്ടാക്കിയ തൈരാണ്. അത് കൊണ്ടുവന്നത് ഒരു പഴയ ഖാദി സഞ്ചിയിലാണ്. അതുപോലെ തന്നെ ഒരു പഴയ ഡബ്ബയിലാണ് അത് കൊണ്ടുവന്നത്. അത് മാത്രമല്ല, അത് വിളമ്പാനായിട്ട് ഉപയോഗിക്കുന്ന സ്പൂൺ പൊട്ടിയ ഒരു സ്പൂണാണ്. ആ സ്പൂണിന്റെ കൈപ്പിടി പൊട്ടിയതാണ്. അതിനകത്തൊരു കമ്പ് കൊണ്ട് ഇങ്ങനെ കെട്ടിത്തൂക്കി വെച്ചേക്കുവാണ്. വൈസ്രോയ് ലോർഡ് മൗണ്ട് ബാറ്റൻ ഓർ ഉൻകി പത്നി ഗാന്ധിജി കോ ദേഖ്തേ രഹ് ഗയേ. അപ്പം വൈസ്രോയ് മൗണ്ട് ബാറ്റനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഈ ഗാന്ധിജിയെ തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അദ്ദേഹം എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അവർക്കൊന്നും മനസ്സിലായില്ല, അവരാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മനുഷ്യനെ കാണുന്നത്. आज सोचते हैं तो लगता है गांधी जी की इस व्यवहार के पीछे भी कई बातें छिपी हुई है. നമ്മുടെ ലേഖകൻ പറയുവാണ്, ഇപ്പം ഇങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ ഗാന്ധിജിയുടെ വ്യവഹാരം, അതായത് ഗാന്ധിജിയുടെ ഇങ്ങനെയുള്ള പ്രവൃത്തികളുടെ പിറകിൽ ഒട്ടനവധി കാര്യങ്ങളുണ്ടെന്ന് ഇന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുമെന്ന് നമ്മുടെ ലേഖകൻ പറയുകയാണ്. രാജ്നീതി में अक्सर कुछ बातें बगैर कहे भी कह दी जाती है. എന്താണ്, അതായത് അന്നത്തെ രാഷ്ട്രീയ കാര്യങ്ങളെ പറ്റി ചില കാര്യങ്ങൾ ഗാന്ധിജി പറയാതെ പറയുകയാണ്. അപ്പൊ എന്താണ് നമുക്ക് നോക്കാം. रूम कूलर बंद करवाने का सीधा मतलब नहीं है. वाइसरॉय के यह संदेश देना था कि ठंडे कमरे में बैठकर हिंदुस्तान पर हुकूमत नहीं की जा सकेंगी. എന്താണ്, റൂമിലെ കൂളർ ഓഫാക്കാൻ പറഞ്ഞതിലൂടെ ഗാന്ധിജി ഇതാണ് അർത്ഥമാക്കിയത്. എന്താണ്, തണുത്ത മുറിയിൽ ഇരുന്നു കൊണ്ട് ഒരിക്കലും ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്തിന്റെ ഭരണം നിർവഹിക്കാനായിട്ട് കഴിയില്ല. ഒരു തണുത്ത മുറിയിൽ ഇരുന്നു കൊണ്ട് ആർക്കും നമ്മുടെ ഇന്ത്യയെ ഭരിക്കാനായിട്ട് കഴിയില്ല. നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ AC റൂമിൽ ഇരുന്നാൽ പോരാ. ഭരണകർത്താക്കളെ ആരിലേക്ക് ഇറങ്ങി വരണം? ജനങ്ങളിലേക്ക് ഇറങ്ങി വരണം. हमसे बात करने है तो बाहर धूप में और खुले मैदान में आओ. ഞങ്ങൾ ഇന്ത്യക്കാരോട് നിങ്ങൾക്ക് ഞങ്ങൾ ഇന്ത്യക്കാരുടെ കാര്യം നോക്കണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ പുറത്തെ വെയിലിലേക്ക് വരിക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, തുറന്നിട്ട മൈതാനങ്ങളിലേക്ക് വരും. ഒന്നുമില്ല, ഇന്ത്യയുടെ ഭരണം നിർവഹിക്കാൻ എന്ത് ചെയ്യുക, ഇന്ത്യയിലെ ജനങ്ങളോടൊപ്പം ഇറങ്ങിച്ചെല്ലുക. ഇന്ത്യയിലെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ കാര്യങ്ങൾ നേരിൽ കണ്ടറിഞ്ഞാൽ മാത്രമേ ഇന്ത്യയുടെ ഭരണം നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഗാന്ധിജി പറഞ്ഞത്. ഖടി ഖോനെ കെ ബാത് तो इतना बढ़ा चढ़ाकर कहने का आशय यह जताना था
कि जिस ब्रिटिश राज्य का दुनिया के सामने तुम इतना डोल पीटते हो और गुण गाते हो उसमें मेरी खड़ी तक सुरक्षित नहीं है. ഈ വാച്ച്, പഴയ ഒരു വാച്ച് ഇങ്ങനെ കളഞ്ഞു പോയി എന്നത് ഗാന്ധിജി മൗണ്ട് ബാറ്റൻ്റെ അടുത്ത് ഇത്രയും ഒരു വിഷയമായിട്ട് അവതരിപ്പിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല. നിങ്ങൾ ഇത്രയും കൊട്ടിഘോഷിക്കുന്ന ഈ ബ്രിട്ടീഷ് ഇന്ത്യയിൽ എൻ്റെ ഒരു പഴയ വാച്ച് പോലും എന്തല്ല, സുരക്ഷിതമല്ല. ബ്രിട്ടീഷുകാരെ ഇത്ര ഗമയോടിരിക്കുന്ന ഈ ബ്രിട്ടീഷുകാരെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഗാന്ധിജി ഇങ്ങനെ ചെയ്തത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ എന്തല്ല, ഗാന്ധിജിയുടെ ഒരു പഴയ വാച്ച് പോലും സുരക്ഷിതമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി ഇങ്ങനെ പെരുമാറിയത്. മനസ്സിലായല്ലോ? और उसका असर क्या हुआ? ഇതിന്റെ റിസൾട്ട് എന്തായി? अगले दिन को समाचार पत्रों में इस बारे में कोई समाचार नहीं था कि गांधी और वाइसरॉय में क्या बात हुई. ഇതിന്റെ റിസൾട്ട് എന്തായെന്ന് വെച്ചാൽ പിറ്റേന്നുള്ള പത്രത്തിൽ ഗാന്ധിജിയും വൈസ്രോയും എന്ത് സംസാരിച്ചു ഇതിനെ പറ്റിയുള്ള ന്യൂസ് ഒന്നും ഒട്ടും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ എന്ത് ന്യൂസ് ആയിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് നോക്കാം. ലേക്കിൻ ഏ ഖബർ എന്നാൽ ഈ വാർത്ത ഉണ്ടായിരുന്നു. എന്ത് വാർത്ത ഉണ്ടായിരുന്നു? ബഡേ ബഡേ അക്ഷരോമേന്തി, ഈ വാർത്ത വലിയ വലിയ അക്ഷരത്തിലുണ്ടായിരുന്നു. ഏത് വാർത്തയാണ് ഉണ്ടായിരുന്നത്? कि ഗാന്ധിജിക്ക് പ്രിയ ഘടി ചോരി ചലി ഗയി, ഗാന്ധിജിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാച്ച് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഈ വാർത്തയാണ് പിറ്റേന്നത്തെ പത്രങ്ങളിലൊക്കെ ഉണ്ടായത്. നോക്കിക്കേ, ബ്രിട്ടീഷുകാർ അവരുടെ എന്താണ് പറഞ്ഞിരുന്നത്? അവരുടെ കീഴിൽ ഇന്ത്യ ഭയങ്കര സുരക്ഷിതമാണെന്നാണ് ഇന്ത്യക്കാരെ ഇത്ര എക്സ്പ്ലോയിറ്റേഷൻ ചെയ്തിട്ടും ബ്രിട്ടീഷുകാർ പറഞ്ഞിരുന്നത്. പക്ഷെ എന്താ പറ്റിയ, അവരുടെ ഭരണത്തിന്റെ കീഴിൽ ഒരു ഇന്ത്യക്കാരന്റെ വാച്ച് പോലും സുരക്ഷിതമല്ല. ഗാന്ധിജിയെ പോലുള്ള ഒരാളുടെ പഴയ ഒരു വാച്ച് പോലും സുരക്ഷിതമല്ല എന്നാണ് ഗാന്ധിജി ഉയർത്തിക്കാട്ടിയത്. അതായത് അന്ന് ഭരിക്കുന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ജനങ്ങൾക്ക് യാതൊരുവിധ പ്രൊട്ടക്ഷനും കൊടുക്കുന്നില്ല എന്നതാണ് ഗാന്ധിജിയുടെ ഈ പ്രവൃത്തിയിലൂടെ നമുക്ക് കാണിച്ചു തന്നത്. हालांकि कुछ रोज बाद चोर ने സബർമതി ആശ്രം ജാക്കർ ഗാന്ധിജിക്കോ ഉൺകി ഖടി ലൗട്ട് ഭീതി. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക്, ഈ വാർത്തയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഗാന്ധിജിയുടെ ഈ പഴയ വാച്ച് മോഷ്ടിച്ചു കൊണ്ടുപോയ ഈ മോഷ്ടാവ് തന്നെ ഈ വാച്ച് എന്ത് ചെയ്തു? ഗാന്ധിജിക്ക് സബർമതി ആശ്രമത്തിൻ്റെ അവിടെ ഗാന്ധിജി ചെന്നപ്പോഴത്തേക്ക് അവിടെ ചെന്ന് ഈ കള്ളൻ ഗാന്ധിജിക്ക് വാച്ച് തിരിച്ചു കൊടുത്തു. और अपना नाश्ता यानी माल ठाल नहीं बकरी का दूध क्योंकि भारतीय गरीब ജനതക്കോ യഹ് ഉപലബ്ധ ഹേ. ഗാന്ധിജി എന്താണ് പറഞ്ഞത്? മൗണ്ട് ബാറ്റൻ്റെ കൂടെ പറഞ്ഞു, ഞാൻ എൻ്റെ നാഷ്ത കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ലഘുഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇതിലൂടെ ഗാന്ധിജി എന്താണ് പറഞ്ഞത്? എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് അന്നത്തെ ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക്, അന്നത്തെ ഇന്ത്യയിൽ ഏകദേശം ഒരു 70-85% വരുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് എന്നും സദ്യ കഴിക്കാനുള്ള അതൊന്നും ഇല്ല. അവർക്ക് ലഭ്യമായത് എന്താണ്? ഈ ആടിൻ്റെ പാലുകൊണ്ടുണ്ടാക്കിയ തൈരോ അങ്ങനെ അവർ അധ്വാനിച്ചുകൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രമേ അവർക്കുള്ളൂ. അവർക്കന്ന് എല്ലാ ദിവസവും സുഭിക്ഷമായിട്ട് സദ്യ കഴിക്കാനുള്ള വശം ആർക്കില്ല? ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്കില്ല എന്നതാണ് ഗാന്ധിജി ഈ പ്രവൃത്തി കൊണ്ട് മൗണ്ട് ബാറ്റനെ ഓർമ്മിപ്പിച്ചത്. വൈസേ ഇസ്കാ ഏക് ഓർ അർത്ഥ് യഹ് ഭി ഹോ സക്താ ഹേ കി, അപ്പം ഇതിന് മറ്റൊരർത്ഥം, അതായത് ഇതും ഇതിൻ്റെ അർത്ഥമായിട്ട് വന്നേക്കാം. എന്നാണ്? ഹിന്ദുസ്ഥാൻ കെ ലോഗ് അപ്പനി മെഹനത്തൊക്കെ കാത്തേ ഹേ. ഹിന്ദുസ്ഥാൻ, ഇന്ത്യയിലെ ആൾക്കാർ അവരുടെ സ്വയം അവർ ജോലി ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവർ ഖാത്തേ ഹേ, അവർ ആഹാരം കഴിക്കുന്നത്. അല്ലാതെ ബ്രിട്ടീഷുകാരെ പോലെ ആരെയും ചൂഷണം ചെയ്തല്ല ഇന്ത്യക്കാർ ജീവിക്കുന്നത്. जबकि ब्रिटेन और സാമ്രാജ്യവാദി दूसरों के लूट पर ഏഷ് करते हैं. ആ സമയത്ത് ഇന്ത്യക്കാരെന്താണ്? അവരുടെ സ്വന്തം പരിശ്രമം കൊണ്ട് കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുമ്പോൾ ബ്രിട്ടീഷുകാരും മറ്റ് സാമ്രാജ്യവാദി ശക്തികളും ഇന്ത്യ പോലുള്ള ചെറിയ രാജ്യങ്ങളെ അത്രയും എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ് അവരവരുടെ ഭരണം കാഴ്ചവെക്കുന്നത്. ഇതല്ല ഇന്ത്യക്കാരുടെ നയമെന്നാണ് ഗാന്ധിജി ഈ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്തത്. गांधी जी का एक मजेदार किस्सा मैंने लेपियर और कोलिन के पुस्तक फ्रीडम और മിഡ്നൈറ്റ് മേ പഠാ ഹേ. അപ്പം ലേഖകൻ ഇത് പഠിച്ചത്, ഇത് വായിച്ചത്, അതായത് ലേപ്പിയറിൻ്റെ കോളിൻ്റെ പുസ്തകമായിട്ടുള്ള ഫ്രീഡം ആൻഡ് മിഡ്നൈറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ഇദ്ദേഹം ഇത് വായിച്ചത്. അച്ചി കിതാബ് ഹേ, അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഇതൊരു വളരെ നല്ല പുസ്തകമാണ്. കഹി മിലേത്തോ സരൂർ പഠന, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വായിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പം നല്ല കഥയല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? സ്വയം പ്രകാശാണ് ഇവിടെ നമ്മുടെ ലേഖകനായിട്ടുള്ളത്. നല്ലൊരു കഥയാണ്. അതായത് ഗാന്ധിജി സദ്യ വേണ്ടെന്ന് വയ്ക്കുന്നതും കൂളർ വേണ്ടെന്ന് വയ്ക്കുന്നതിലും ഒക്കെ വലിയ വലിയ അർത്ഥങ്ങളുണ്ട്. കൂളർ വേണ്ടെന്ന് വയ്ക്കുന്നതിലൂടെ അദ്ദേഹം എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു AC റൂമിൽ, അല്ലെങ്കിൽ AC റൂം എന്ന് പറയുന്നില്ല, അത്
കൂളറാണല്ലോ. അപ്പോൾ എന്താണ്, വളരെ തണുത്തുറച്ച് ശീതീകരിച്ച ഒരു മുറിയിൽ ഇരുന്നു കൊണ്ട് ഒരിക്കലും ഇന്ത്യയുടെ ഭരണം കാഴ്ചവെക്കാൻ പറ്റില്ല. ഇന്ത്യക്ക് നല്ലൊരു ഭരണം കാഴ്ചവെക്കണമെങ്കിൽ ഭരണാധികാരികൾ ഇന്ത്യയിലെ ജനങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലണം. ഇന്ത്യയിലെ പാവപ്പെട്ട അന്ന് നിരക്ഷരായിട്ടുള്ള ജനങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലണം. ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലണമെന്നാണ് ഗാന്ധിജി ഇതിലൂടെ അർത്ഥമാക്കുന്നത്. അതുപോലെ നാഷ്ത സ്വന്തമായിട്ട് കൊണ്ടുവന്നു എന്ന് പറയുന്നതിലൂടെ എന്താണ്, ഇന്ത്യക്കാർ മറ്റാരുടെയും ചൂഷണം ചെയ്തിട്ടല്ല, അവരവരുടെ കഠിനാധ്വാനത്തിലൂടെയാണ് ജീവിക്കുന്നത് എന്നുള്ള അർത്ഥമാണ് ഗാന്ധിജി ഈ സമൂഹത്തിന് നൽകുന്നത്. അതുപോലെ പഴയ വാച്ച് പോയി എന്നും പറഞ്ഞുകൊണ്ട് ഗാന്ധിജി ഇത്രമാത്രം ദുഃഖിക്കുന്നത് എന്തുകൊണ്ടാണ്? ബ്രിട്ടീഷുകാർ കൊട്ടിഘോഷിച്ചുകൊണ്ട് പറയുവാണ്. കാരണം എന്താണ്, അവരുടെ ഭരണത്തിൽ ഇന്ത്യ വളരെ വളരെ സുരക്ഷിതമാണെന്ന് അവർ കൊട്ടിഘോഷിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ഗാന്ധിജി പറയുകയാണ്, അങ്ങനെയൊന്നുമല്ല, ഗാന്ധിജിയുടെ ഒരു പഴയ വാച്ച് പോലും പോയി. ഓക്കെ, അപ്പോൾ ഈ പഴയ വാച്ച് പോലും മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാർ എന്ത് സുരക്ഷയാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകുന്നത്? അതുമാത്രമല്ല, ഒരു പഴയ വാച്ച് പോലും ഒരു കള്ളൻ മോഷ്ടിക്കണമെങ്കിൽ ആ കള്ളൻ്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ എന്താണ്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആകെ മൊത്തം ദാരിദ്ര്യമാണ് കൊടുത്തതെന്നാണ് ഗാന്ധിജി ഇത്രയും പ്രവൃത്തികളിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പം ഇതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. ഈ പാഠത്തിൻ്റെ ആക്ടിവിറ്റീസ് നമുക്ക് വരും ക്ലാസ്സുകളിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് വായിച്ച് നോക്കുക, വായിച്ചിട്ട് ഇതിൻ്റെ മീനിങ് കിട്ടുന്നോ നോക്കുക, നല്ലപോലെ വായിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. ഇതിൻ്റെ ആക്ടിവിറ്റീസ് ഉടനെ തന്നെ വേണമെങ്കിൽ അത് കമൻസ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്, നമ്മുടെ ഈ ഹിന്ദി ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, മറ്റുള്ളവരിലേക്ക് അതൊന്ന് ഷെയർ ചെയ്തുകൂടി വേണം. സോ ഇറ്റ്സ് മീ പ്രീത എസ് അനുഷ് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ.